നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ഡോക്ടർ കെ മുരളീധരൻ നായർ, വാസ്തു ആചാര്യൻ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, അതിനുപരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥപതി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാർ, ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ചോദ്യം നമ്മുടെ പ്രേക്ഷകർ ചോദിച്ചതാണ്. അവർ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമുക്കെല്ലാം വിശദമായി തന്നെ മറുപടി പറയേണ്ട ചോദ്യങ്ങളും ഉണ്ട്. അതിൽ ഒന്നാമത്തത് ദർശനവുമായി ബന്ധപ്പെട്ടാണ്. ഒരാൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട് വെച്ചു. അദ്ദേഹം വീട് വെച്ചത് ആ വീടിൻ്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് കിഴക്ക് ദർശനത്തിലാണ് പ്രധാന വാതിൽ. എന്നാൽ കിഴക്ക് ദർശനത്തിലെ പ്രധാന വാതിലിലോട്ട് പടി കൊടുത്ത് ഇറങ്ങാതെ തെക്കോട്ട് സിറ്റ് ഔട്ടിലേക്ക് നീങ്ങി പിന്നെ പടിഞ്ഞാറോട്ട് പടി കൊടുത്താണ് ഇറങ്ങുന്നത്. ഇങ്ങനെ ഇറങ്ങാമോ? ഈ രീതിയിൽ ചെയ്തതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ്. ഈ പറഞ്ഞ രീതി സാധാരണ ചെയ്യാറില്ല. നമ്മുടെ പൂമുഖം വാതിൽ, അതായത് പ്രധാനപ്പെട്ട വാതിൽ എന്ന് പറയുന്നത് ഏത് ദിക്കിലേക്കാണോ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കാനാണ് ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ അകത്തുനിന്ന് പുറത്തേക്ക് പ്രധാനപ്പെട്ട വാതിൽ നിന്ന് ഏത് ദിക്കിലേക്കാണോ നേരെ ഫ്രണ്ടിലേക്ക് സിറ്റ് ഔട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞ് പോകുന്നതിന് നിയമ തടസ്സമില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരിക്കും. അതിന് ഉദാഹരണം, തെക്ക് ദർശനമുള്ള ഒരു വീടാണെന്ന് വെച്ചു. അത് ഭയപ്പെടുത്തി വെച്ചേക്കുന്ന ഒരു ദിക്കിനെ കൂടാണ്. അത് യമദിക്കാണ്, കാലൻ്റെ വഴി വരണ വടക്കാണ്. ഒരുപാട് തെറ്റിദ്ധാരണയുള്ളത്. തെക്കിന് അങ്ങനെ ഭയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വിധിപ്രകാരം ഉച്ചം നീതി എന്നുള്ള രീതിയിൽ ഉച്ചസ്ഥാനത്ത് പ്രധാനപ്പെട്ട വാതിൽ വരാമെങ്കിൽ അതുപോലെ ഐശ്വര്യം വേറെ ഒന്നിനുമില്ല. അതാണ് സത്യം. അപ്പോൾ അതിന് ചില ആൾക്കാർക്ക് കണ്ടുപിടിക്കുന്ന വിദ്യ, തെക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിറ്റ് ഔട്ട് കാണും. സിറ്റ് ഔട്ട് നേരെ കിഴക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് മൂലഭാഗത്ത് ഈ പടിയിട്ട് ഇറങ്ങും. അത് നല്ലതല്ല. കാരണം എവിടെയാണോ ദർശനം, കിഴക്കായിരുന്നാലും പടിഞ്ഞായിരുന്നാലും തെക്കായിരുന്നാലും വടക്കായിരുന്നാലും പ്രധാനപ്പെട്ട വാതിലിന് നേരെ സ്റ്റെപ്പ് കൊടുത്ത് ഇറങ്ങിയിട്ട് ലെഫ്റ്റും റൈറ്റിന് നിങ്ങളുടെ കടക്ക് നിൽക്കുന്നത് പ്രധാനപ്പെട്ട വാതിലാണ്. നിങ്ങൾ ഇറങ്ങുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഒരുപാട് ആൾക്കാർ ഇത് തെറ്റിദ്ധാരണ. ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പം കിഴക്ക് ദർശനം അല്ലെങ്കിൽ ദർശനം അതനുസരിച്ച് തെക്കോട്ടായിരിക്കും ദർശനം വരുന്നത്. അപ്പോൾ തെക്കോട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ തെക്കോട്ട് ഇറങ്ങാമോ എന്നുള്ളൊരു ഭയത്തിലായിരിക്കും പിന്നെ ഈ സിറ്റ് ഔട്ട് വെച്ചിട്ട് മറ്റൊരു ഡയറക്ഷനിലോട്ട് പോകുന്നത്. ആവശ്യമേ ഇല്ല. അത് തെറ്റാണ്. ഞാൻ അതേ പറഞ്ഞു, ശ്വസനം തെക്കിൻ്റെ ഡോറ്, അതായത് പ്രധാനപ്പെട്ട ഡോറ് തെക്കോട്ട് നിൽക്കുകയാണെങ്കിൽ അതാണ്. നിങ്ങൾ പിന്നെ ഡോറിൽ നിന്ന് കടന്നിട്ട് ലെഫ്റ്റോ റൈറ്റോ അടുത്തൊന്ന് പോയിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നേരെ തന്നെ ഇറങ്ങുക. നേരെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റോ റൈറ്റോ തിരിയുക. അല്ലാതെ ഒരുപാട് അന്ധവിശ്വാസം കടന്നാൽ ഓരോ സ്ഥലത്തേക്കും ഓരോ സ്ഥലങ്ങളുണ്ട്. പ്രാദേശികമായിട്ട് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇത് പ്രാദേശികമായിട്ട് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി ഓരോ ആൾക്കാരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും അബദ്ധം എന്ന് പറയുന്നത്. നമുക്ക് ദർശനം എന്ന് വെച്ചാൽ നമുക്ക് പ്രധാനപ്പെട്ട പൂമുഖവാതിലാണ്. പൂമുഖവാതിൽ ഏത് ദിക്കിനായിട്ട് അങ്ങോട്ട് നോക്കിയത് അങ്ങോട്ട് ഇറങ്ങുക. അതാണ് എൻ്റെ സത്യം. അല്ല, അതിലും ഇതോടൊപ്പം തന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ളൊരു സംശയം എന്ന് പറയുന്നത്, പൂമുഖവാതിൽ എന്ന് പറയുന്നത് തെക്കോട്ടും പടിഞ്ഞാറോട്ടും എന്ന് പറയുന്നത് ദോഷകരമായി വരുമോ എന്നുള്ളതാണ്. അതിലെങ്ങനെയാണ് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുക? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മഹാദിക്കുകളായ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, ഈ 4 ദിക്കിലേക്കും നമുക്ക് പൂമുഖവാതിൽ കൊടുക്കുന്നതിന് യാതൊരുവിധ തെറ്റുമില്ല. അതിൽ പണ്ട് കാലം പോലെ തന്നെ ഉച്ചം നീചം എന്നൊരു കണക്കുണ്ട്. അത് കിഴക്കിൻ്റെ ആണെങ്കിൽ കിഴക്കിൻ്റെ മദ്യം എടുത്തിട്ട്, വീടിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറി വരണം ഉച്ചസ്ഥാനം. അപ്പോൾ ആ ഭാഗത്തെ നമുക്ക് പ്രധാനപ്പെട്ട ഡോർ വരാവും. തെക്കാണെങ്കിൽ തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറി വരണം. അതാണ് അതിൻ്റെ ഉച്ചസ്ഥാനം. പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറി വരണം. അതാണ് അതിൻ്റെ ഉച്ചസ്ഥാനം. വടക്കാണെങ്കിൽ വടക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറി വരണം. അതാണ് അതിൻ്റെ ഉച്ചസ്ഥാനം. അപ്പം ആ ഭാഗത്താണ് നമുക്ക് പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കേണ്ടത്. മുൻപും തന്നെ അതിൻ്റെ പദങ്ങളെടുക്കും. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്ന് പറഞ്ഞാൽ ബുധമണ്ഡലത്തിലോ വേഴമണ്ഡലത്തിലോ വാതിൽ വരത്തക്ക രീതിയിൽ ക്രമീകരിക്കും. ഏതായിരുന്നാലും ഇത്ര മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഈ മദ്യം എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രധാനപ്പെട്ട വാതിൽ കൊടുത്താൽ അത് കറക്റ്റായിരിക്കും. ഇതിനെപ്പറ്റി ഒരുപാട് അന്ധവിശ്വാസം കാര്യങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ ശരിയായിട്ട് പറഞ്ഞ് അത് ശാസ്ത്രത്തിൻ്റെ വഴിയിൽ നിന്ന് കൊണ്ടുപോകണം. അന്ധവിശ്വാസത്തിൽ പോകില്ല. കാരണം പല ആൾക്കാർ ഈ വീട് നിർമ്മിക്കുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ വന്ന് ഇടപെടുമ്പോഴാണ് വീട് വയ്ക്കുന്ന ആളിന് തന്നെ സംശയം വരുന്നത്. ഒരു വീട് വയ്ക്കുന്നവരെ ഒരു കാര്യം, കേരളത്തിന് ആധികാരികമായി പഠിച്ച ആൾക്കാർ ധാരാളമുണ്ട്, ഇല്ലയെന്ന് പറയുന്നത്.
അവരെ ആരെങ്കിലും കാണാം. അല്ലാതെ വഴിയെ പോകുന്ന പണിക്കാരെയും അവരെയും വഴിയെ പോകുന്നവരൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അതൊന്നും കേൾക്കരുത്. ഇപ്പോൾ തന്നെ ആധികാരികമായിട്ട് പഠിച്ച ആൾക്കാർ ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ തന്നെ വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠത്തിൻ്റെ കോളേജിലൊക്കെ പഠിപ്പിച്ച് എത്രയോ നല്ല വിദഗ്ധരായ ആൾക്കാർ ഈ കേരളത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അതുപോലെ അവരെയൊക്കെ കണ്ട് അവർ വന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമല്ലോ. അവരാരും തന്നെ അന്ധവിശ്വാസങ്ങൾ അടുത്തൊന്നും പറയാറില്ല. ഇത് പ്രകൃതി സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശാസ്ത്രമാണ്. അതാണ് സൂര്യനെ പിതാവായിട്ടും ഭൂമി മാതാവായിട്ടും കണക്കെടുക്കുന്നത്. ഹോമോർജം, പ്രാപഞ്ച ഊർജ്ജം, ലൈറ്റ്നിങ്, എയർ പാസിംഗ് എന്ന് പറഞ്ഞ ഒരു തത്വമേ അതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ അന്ധവിശ്വാസത്തിൽ കൊണ്ടുപോകരുത്. അല്ലാത്ത രീതിയിൽ നമ്മൾ കണക്കെടുത്താണ് വീട് വയ്ക്കുക. ആ ആരംഭം മുതൽ ഒരു വീട് വയ്ക്കാൻ ചെയ്യുന്ന ആരംഭം മുതൽ ചില ആൾക്കാരുടെ പൂജകൾ തന്നെ പല രീതിയിലാണ് പൂജകൾ ചെയ്യുന്നത്. ഏത് പൂജകൾ എന്ത് ചെയ്തിരുന്നാലും ശരി, ഭൂമിയെ സംബന്ധമായിട്ട് ഭൂമി പൂജ, വാസ്തുപൂജ എന്ന് പറയും. ഭൂമിയിൽ നമുക്ക് ഒരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞിരുന്നാൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഭൂമി പൂജ. തീർച്ചയായും അത് നമുക്ക് ഒരു മറ്റൊരു എപ്പിസോഡിൽ അതിൻ്റെ സംശയം വരുന്നുണ്ട്. അതിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പൂജയിലും കലർത്തുന്നു. തീർച്ചയായും അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു. നമുക്കത് അതിലേക്ക് പോകാം. അതിനുമ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ പടിഞ്ഞാറോട്ടാണ് പൂമുഖവാതിലിൻ്റെ ദർശനം. പക്ഷേ അവർക്ക് കിണറിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ വെള്ളം ബോർവെല്ല് കുഴിക്കാനായിട്ട് വെള്ളത്തിൻ്റെ സ്ഥാനം പറയുന്ന പടിഞ്ഞാറ് ദിശയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പടിഞ്ഞാറ് ദിശയിൽ തന്നെ കുഴൽക്കിണർ കുഴിക്കുന്നത് അനുയോജ്യമാണോ എന്നുള്ളത്? നമുക്ക് കിണറിൻ്റെ സ്ഥാനം ശരിയായിട്ട് പറഞ്ഞത് അത് ജലരാശി വടക്കിൻ്റെ ഭാഗവും കിഴക്കിൻ്റെ ഭാഗമാണ്. അതായത് വടക്കിൻ്റെ മദ്യം എടുത്തുകൊണ്ട് നേരെ കിഴക്കിൻ്റെ മദ്യം വരെ അങ്ങനെ വരുന്ന ഒരു റൊട്ടേഷനാണ്. മകരം, കുംഭം, മീനം, മേടൻ രാശികൾ. അവിടെയാണ് ജലരാശി വിധിപ്രകാരം കിണർ അല്ലെങ്കിൽ ബോർവെല്ലായിരുന്നാലും എല്ലാം വരെയാണ്. എന്നാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ചില സൗകര്യങ്ങൾ വണ്ടി കൊണ്ട് നിർത്തി ബോർവെൽ എടുക്കേണ്ട ചില സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ പടിഞ്ഞാറ് ഭാഗത്തും അല്ലെങ്കിൽ ചില ആൾക്കാർ തെക്ക് വരെ എടുത്തിട്ടുണ്ട്. അഥവാ അങ്ങനെ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് ചെറിയൊരു മന കെട്ടി വേർതിരിക്കണം. മന കെട്ടി കിണറായാൽ പോലും നമുക്കിപ്പോൾ മൂടണമെന്ന് ഞാൻ പറയില്ല. കാരണം ചില സ്ഥലങ്ങളിൽ നിരന്ന് പാറയുള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് ഈ ജലരാശി ഇല്ലാത്ത ഭാഗത്ത് ഈ പാറയില്ലാത്ത ഭാഗത്ത് വെള്ളം കിട്ടിയെന്നിരിക്കും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് മൂടേണ്ട കാര്യമില്ല. പക്ഷേ വീടും ആ കിണറുമായിട്ടൊരു മന കെട്ടി മതിൽ കെട്ടി പൊക്കം 5 അടി പൊക്കം വേണം മിനിമം. കൂടുന്ന തടസ്സമില്ല. അങ്ങനെ മന കെട്ടി വേർതിരിച്ചിട്ട് പമ്പ് സെറ്റ് ചുള്ളെടുക്കാമല്ലോ. അതിന് യാതൊരു നിയമ തടസ്സമില്ല. അതല്ലാതെ നമ്മൾ അതിനെ ഓപ്പണാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് നിർത്തിക്കൊണ്ട് ചെയ്യുന്നത് ദോഷത്തിലേക്ക് വരും. ബോർവെല്ലായിരുന്നാലും ഇതായിരുന്നാലും ഇത് തന്നെയാണ് തത്വം. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കഴിയുമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞാൽ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ കിണറോ ബോർവെൽ എടുക്കുന്നതാണ് ഭാഗ്യം. അതായത് ഒരു വീടിൻ്റെ ഒരു ഐശ്വര്യപ്രദമായ ഒരു കിണർ വന്നാൽ സർവ്വ ഐശ്വര്യമുണ്ടാവും. അതാണ് സത്യം. അതോടൊപ്പം തന്നെ ഒരു സംശയം, ഈ കിണർ കുടിച്ചു വന്നുമ്പോൾ അത് വാതിലിന് നേരെ ആകുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആകാൻ പാടില്ല. അത് ദോഷകരമായി വരുമെന്നുള്ളത് ഇല്ല. നമുക്ക് പ്രധാനപ്പെട്ട വാതിലിന് നേരെ കിണർ വരാൻ പാടില്ല. മറിച്ച് കിണറിനെ സംബന്ധമായിട്ട് ഇപ്പോൾ അടുക്കളയിൽ നമ്മൾ വടക്കോട്ട് ഇറങ്ങുമെന്ന് വെച്ചോളൂ, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ വാതിലിന് നേരെ കിണർ വരാൻ പാടില്ല, നല്ലതല്ല. തീർച്ചയായും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ ചോദിച്ച ഈ ദർശനവുമായി ബന്ധപ്പെട്ടും അതുപോലെ പ്രധാന വാതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകാവുന്ന നിങ്ങളുടെ സംശയങ്ങൾ തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ കൂടുതൽ സംശയങ്ങൾ ചോദിക്കുക. അതിനുള്ള മറുപടി കൃത്യമായി തന്നെ നമ്മുടെ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ മുരളീധരൻ സാർ നിങ്ങൾക്ക് നൽകുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.